ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കറണ്ട് അഫയേഴ്സ്. ഇപ്പൊ എന്തായാലും നമ്മൾ 10th ലെവൽ പ്രിലിംസ് 50 ഡേയ്സ് സ്റ്റഡി പ്ലാനിന് നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും മന്ത്ലി കറണ്ട് അഫയേഴ്സും കൂടി നൽകാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഈ വീഡിയോ ചെയ്യുകയാണ്. അപ്പൊ 2020 മാർച്ച് മാസത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ISROയുടെ നാവിക് സാങ്കേതിക വിദ്യ സ്മാർട്ട് ഫോണുകളിൽ അവതരിപ്പിക്കുന്ന ചൈനീസ് കമ്പനി ഏതാണ്? ISROയുടെ നാവിക് സാങ്കേതിക വിദ്യ സ്മാർട്ട് ഫോണുകളിൽ അവതരിപ്പിക്കുന്ന ചൈനീസ് കമ്പനിയാണ് ഷൗമി. ഇന്ത്യയിൽ ആദ്യമായി COVID-19 നേരിടുന്നതിനായി ഹോസ്പിറ്റൽ ഐസൊലേഷൻ കോച്ച് തയ്യാറാക്കിയ റെയിൽവേയാണ് നോർത്തേൺ റെയിൽവേ. COVID-19 വ്യാപനം നിയന്ത്രിക്കുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്പിന്റെ പേരാണ് കൊറോണ കവച്. കൊറോണ രോഗബാധയുടെ ഭാഗമായി മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നവർക്ക് മരുന്ന് ലഭ്യമാക്കാനായി ഹോമിയോ വകുപ്പ് വയനാട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് അരികെ എന്നത്. എവിടെയാണ് ആരംഭിച്ചത്? വയനാട്ടിൽ. ഓക്കെ, അപ്പോൾ കൊറോണ കവച് എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്ര സർക്കാർ ആരംഭിച്ച കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്പ് ആണ്. ഇനി നോർത്തേൺ റെയിൽവേ ഹോസ്പിറ്റൽ ഐസൊലേഷൻ കോച്ച് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ISROയുടെ നാവിക് സാങ്കേതിക വിദ്യ സ്മാർട്ട് ഫോണുകളിൽ അവതരിപ്പിക്കുന്ന ചൈനീസ് കമ്പനിയാണ് ഷൗമി. ഇനി വരാനിരിക്കുന്ന ഒരു മുഖ്യ പരീക്ഷയാണ് 10th ലെവൽ പ്രിലിംസ് എന്ന് എല്ലാവർക്കും അറിയാം. LDC, LGS മുതലായ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർ ആ ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് അടുക്കും ചിട്ടയുമായിട്ടുള്ള പഠനം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ പരമാവധി പഠനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക. അപ്പോൾ നിങ്ങളുടെ പഠനം രസകരമാക്കാൻ വേണ്ടിയിട്ട് ഗെയിമിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ് GK SixHitter എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് LDCയുടെയും LGSൻ്റെയും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് SCRT ബേസ്ഡ് ആയിട്ട് പല ടോപ്പിക്കും ഉണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് കറണ്ട് അഫയേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ ഇതിലെ കറണ്ട് അഫയേഴ്സ് ടാസ്ക് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ടാസ്ക് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഗെയിമുകളിലൂടെ ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ അടുത്ത ടാസ്ക് അനലൈസ് ചെയ്യുന്നത്. അതായത് കറണ്ട് അഫയേഴ്സ് നമുക്കിനി എന്തൊക്കെയാണ് അറിയേണ്ടത്, നമ്മൾ തെറ്റിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, നമുക്ക് പ്രയാസമുള്ളവ ഏതൊക്കെയാണ് എന്ന് വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ടായിരിക്കും അടുത്ത ഗെയിം അവർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ട കാര്യം, കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് ടാസ്ക് നിങ്ങൾ പരമാവധി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇനി വരുന്ന പരീക്ഷകളിൽ മുൻതൂക്കം ഏതിന് തന്നെയായിരിക്കും? കറണ്ട് അഫയേഴ്സിന് തന്നെയായിരിക്കും. GK SixHitter എന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ GK SixHitter വേർഷൻ 5.1 ആണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. വേർഷൻ 5.1 എന്ന് പറയുന്നത് തികച്ചും സൗജന്യമായി ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ വിവരങ്ങൾ വാട്സാപ്പായി ലഭിക്കണമെങ്കിൽ താഴെ നൽകിയിട്ടുള്ള നമ്പറിലേക്ക് ഒരു മിസ് കോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. രസകരമായിട്ട് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അടുത്ത ചോദ്യം, 2020 മാർച്ചിൽ കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ ആരംഭിച്ച ദുരിതാശ്വാസ ഫണ്ടാണ് PM കെയേഴ്സ് എന്നുള്ളത്. ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. ദുരിതാശ്വാസ ഫണ്ടാണ് PM കെയേഴ്സിന്റെ ഫുൾ ഫോം എന്താ? പ്രധാൻ മന്ത്രി സിറ്റിസൺ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻ. അപ്പോൾ PM സിറ്റിസൺ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻ എന്നാണ് PM കെയേഴ്സിന്റെ ഫുൾ ഫോം. ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കാത്തവർക്ക് അവശ്യ സാധനങ്ങൾ, ഔഷധങ്ങൾ മുതലായവ വാങ്ങുന്നതിനായി പത്തനംതിട്ട നഗരസഭ ആരംഭിച്ച പദ്ധതിയാണ് കരുതൽ. പത്തനംതിട്ട നഗരസഭയാണ് കരുതൽ എന്ന പദ്ധതി ആരംഭിച്ചത്. 2020 മാർച്ചിൽ അന്തരിച്ച കുഫോസിന്റെ വൈസ് ചാൻസലർ ആണ് എ രാമചന്ദ്രൻ. അപ്പൊ PM കെയേഴ്സിന്റെ ഫുൾ ഫോം നോക്കി വെക്കുക. PM സിറ്റിസൺ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ്. അടുത്ത ചോദ്യം, ഫിഫയുടെ
പാസ് ദ മെസ്സേജ് ടു കിക്ക് ഔട്ട് കൊറോണ വൈറസ് വീഡിയോ ക്യാമ്പയിനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി. സുനിൽ ഛേത്രി. ലോക്ക്ഡൌൺ നിലവിലുള്ള സാഹചര്യത്തിൽ എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. കേരളമാണ് കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചത്. അടുത്ത ചോദ്യം, 2020 ഏപ്രിലോടുകൂടി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിക്കാൻ പോകുന്ന സ്ഥാപനമാണ് CCPA, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിക്കാൻ പോകുന്ന സ്ഥാപനത്തിന്റെ പേരെന്താണ്? CCPA, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്നതാണ്. ഇനി കമ്മ്യൂണിറ്റി കിച്ചൺ, കോവിഡ് ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. ഫിഫയുടെ പാസ് ദ മെസ്സേജ് ടു കിക്ക് ഔട്ട് കൊറോണ വൈറസ് വീഡിയോ ക്യാമ്പയിനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി. അടുത്ത ചോദ്യം, ഗർഭിണികളിലെയും നവജാത ശിശുക്കളിലെയും പോഷകാഹാരക്കുറവ് തടയുന്നത് ലക്ഷ്യമാക്കി രാജസ്ഥാനിലെ കോട്ടയിൽ ആരംഭിച്ച പദ്ധതിയാണ് സുപോഷിത് മാ അഭിയാൻ. എവിടെയാണ്? രാജസ്ഥാനിലെ കോട്ടയിൽ സുപോഷിത് മാ അഭിയാൻ. 2020 മാർച്ചിലെ ICC വനിതാ റാങ്കിംഗ് പ്രകാരം ബാറ്റിംഗിൽ 1-ാം സ്ഥാനത്തെത്തിയത് ഷഫാലി വർമ്മയാണ്. ബാറ്റിംഗിൽ 1-ാം സ്ഥാനം. ലോകത്തിൽ ആദ്യമായിട്ട് പൊതുഗതാഗത സംവിധാനങ്ങൾ എല്ലാം സൗജന്യമാക്കിയ രാജ്യമാണ് ലക്സംബർഗ്. 2020 മാർച്ചിൽ അന്തരിച്ച പ്രമുഖ മലയാള കവിയും ഭാഷാ പണ്ഡിതനുമായ വ്യക്തിയാണ് പുതുശ്ശേരി രാമചന്ദ്രൻ. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ലോകത്തിൽ ആദ്യമായി പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം സൗജന്യമാക്കിയ രാജ്യം ഏതാണ്? ലക്സംബർഗ് ആണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, 2020 മാർച്ചിൽ എക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് നാഷണൽ ചമ്പൽ സാങ്ച്വറി ആണ്, മധ്യപ്രദേശ്. നാഷണൽ ചമ്പൽ സാങ്ച്വറി, മധ്യപ്രദേശ്. വിധവകളുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനുമായി ജില്ലാ ഭരണകൂടത്തിന്റെയും വനിതാ സംരക്ഷണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് കൂട്ട്. കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? കൂട്ട്. വിധവകളുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഓർക്കുക. 2020 മാർച്ചിൽ അന്താരാഷ്ട്ര യോഗ ഫെസ്റ്റിവലിന് വേദിയായത് ഋഷികേശ് ആണ്, ഉത്തരാഖണ്ഡ്. അപ്പോൾ ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. 2020 മാർച്ചിൽ അന്താരാഷ്ട്ര യോഗ ഫെസ്റ്റിവലിന് വേദിയായത് ഋഷികേശ് ആണെന്ന് ഓർക്കുക. 2020 മാർച്ചിൽ ഫൂൾ ദേയി ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. അപ്പോൾ ഫൂൾ ദേയി ഫെസ്റ്റിവലും അതുപോലെ അന്താരാഷ്ട്ര യോഗ ഫെസ്റ്റിവലും എവിടെയാണ് നടന്നത്? ഉത്തരാഖണ്ഡിലാണ് നടന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. 2020 മാർച്ചിൽ BCCIയുടെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുത്തത് സുനിൽ ജോഷിയെയാണ്. സുനിൽ ജോഷി. 2017 സ്വാതി സംഗീത പുരസ്കാരത്തിന് അർഹനായത് L സുബ്രഹ്മണ്യമാണ്, വയലിനിസ്റ്റ്. ഓക്കെ, 2020 നൽകിയത്. ഉത്തരാഖണ്ഡിന്റെ വേനൽക്കാല തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഗൈർസൈൻ ആണ്. ഗൈർസൈൻ. ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. ഉത്തരാഖണ്ഡിന്റെ വേനൽക്കാല തലസ്ഥാനം ഗൈർസൈൻ. 2020 മാർച്ചിൽ ഡീസൽ ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഡീസൽ എത്തിച്ചു കൊടുക്കുന്നതിനായി ഡൽഹിയിൽ പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ഹംസഫർ. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഉത്തരാഖണ്ഡിന്റെ വേനൽക്കാല തലസ്ഥാനം ഗൈർസൈൻ, അതുപോലെ L സുബ്രഹ്മണ്യം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ജൻ ഔഷധി വാരമായി ആചരിക്കുന്നത് മാർച്ച് 1 മുതൽ 7 വരെയാണ്. മാർച്ച് 1 മുതൽ 7 വരെ. 2020 മാർച്ചിൽ ടൈം മാഗസിൻ പ്രസിദ്ധീകരിച്ച 100 വിമൻ ഓഫ് ദ ഇയേഴ്സ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകൾ ആരെല്ലാമാണ്? ഇന്ദിരാഗാന്ധിയും രാജ്കുമാരി അമൃത് കൗറുമാണ്. 2020 മാർച്ചിൽ ഗുരു ഗോപിനാഥ് നടനഗ്രാമം ഏർപ്പെടുത്തിയ പ്രഥമ കേരള നടന സബരിയ പുരസ്കാരത്തിന് അർഹനായത് നന്ദൻകോട് വിനയചന്ദ്രനാണ്. BCC വേൾഡ് ഹിസ്റ്ററീസ് മാഗസിൻ ഗ്രേറ്റസ്റ്റ് ലീഡർ ഓഫ് ഓൾ ടൈം ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാരാജ രഞ്ജിത് സിംഗ് ആണ്. ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം, 2020 മാർച്ചിൽ COVID-19 വ്യാപനം തടയുന്നതിനായി നമസ്തേ ഓവർ ഹാൻഡ് ഷേക്ക് ക്യാമ്പയിൻ തുടങ്ങിയ സംസ്ഥാനമാണ് കർണാടക. നമസ്തേ ഓവർ ഹാൻഡ് ഷേക്ക് കർണാടക. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് BCC വേൾഡ് ഹിസ്റ്ററീസ് മാഗസിൻ ഗ്രേറ്റസ്റ്റ് ലീഡർ ഓഫ് ഓൾ ടൈം ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാരാജ രഞ്ജിത് സിംഗ്.
അതുപോലെ 2020 മാർച്ചിൽ ടൈം മാഗസിൻ പ്രസിദ്ധീകരിച്ച് 100 വിമൻ ഓഫ് ദി ഇയേഴ്സ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകൾ ആരെല്ലാമാണ്? ഇന്ദിരാഗാന്ധിയും രാജ്കുമാരി അമൃത് കൗറുമാണ്. 2020 മാർച്ചിൽ കേരള കലാ സാംസ്കാരിക വേദിയുടെ കലാജ്യോതി പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ. 4ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ 2020 വേദിയായത് അങ്കമാലിയാണ്. അങ്കമാലി. നാസയുടെ ചൊവ്വാ ദൗത്യമായ മാർച്ച് 2020 റോവറിന്റെ ഔദ്യോഗിക നാമമാണ് പെർസീവറൻസ്. പെർസീവറൻസ്. 2020 ക്രിക്കറ്റിൽ 500 മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരമാണ് കിറോൺ പൊള്ളാഡ്. കിറോൺ പൊള്ളാഡ് വെസ്റ്റ് ഇൻഡീസ് താരമാണെന്നുള്ള കാര്യം ഓർക്കുക. 2020 മാർച്ചിൽ കേരള കലാ സാംസ്കാരിക വേദിയുടെ കലാജ്യോതി പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ. അതുപോലെ നാസയുടെ ചൊവ്വാ ദൗത്യമായ മാർച്ച് 2020 റോവറിന്റെ ഔദ്യോഗിക നാമം പെർസീവറൻസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ICC വനിതാ 2020 ലോകകപ്പിന്റെ ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ. ICC വനിതാ 2020 ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ. റണ്ണേഴ്സ് അപ്പ് ആയിരുന്നത് ഇന്ത്യയാണ്. 2020 മാർച്ചിൽ മനുഷ്യ ശരീരത്തിൽ ആദ്യമായി പ്രയോഗിച്ച ജീൻ എഡിറ്റിംഗ് വിദ്യയാണ് CRISPR-Cas9. ഇതിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. സധൈര്യം മുന്നോട്ട് എന്ന കേരള സർക്കാർ പരിപാടിയുടെ ഭാഗമായി സ്ത്രീകൾക്കായി നടത്തിയ രാത്രി നടത്തത്തിൽ മികച്ച ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് തൃശൂർ ജില്ലയാണ്. തൃശൂർ ജില്ല. 2020 മാർച്ചിൽ ഇന്ത്യൻ ഓഷൻ കമ്മീഷന്റെ നിരീക്ഷക പദവി ലഭിച്ച രാജ്യമാണ് ഏത്? ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാർച്ച് മാസത്തിൽ. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുകൂടാതെ നിങ്ങൾ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച മാർച്ച് മാസത്തിലെ ചോദ്യങ്ങളും കൂടി ഒന്ന് നോക്കിയിരിക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.